നമ്മുടെ കാർത്തികനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്ക മുഖമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാലീന സൗന്ദര്യം എന്ന് പറയില്ലേ, നമ്മുടെ അയലോകത്തൊരു നല്ലൊരു ശാലീന സൗന്ദര്യം നല്ലൊരു മുഖമുള്ള ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയില്ലേ. അന്നൊരു സിനിമാ ഗ്ലാമറായിട്ട് നമ്മളതിനെ കൂട്ടും വേണ്ട. അതുപോലെ തന്നെ എപ്പോഴും അത് ചിരിച്ച മുഖത്തോടു കൂടി രണ്ട് നുണക്കുഴിയൊക്കെ കാണിച്ച് ചിരിച്ച മുഖത്തോടു കൂടി നടക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ഈ കാർത്തികനെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ കുറച്ച് പടത്തിൽ അഭിനയിച്ചു. എന്നാ പടമെന്ന് പറയാം. ഇപ്പോൾ വന്നാലും നമുക്കത് ടി വിയിൽ നമ്മളിരുന്ന് കണ്ടുപോകും. താളവട്ടം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ദേശാടനക്കിളി കരയാറില്ല, പത്മരാജൻ സാറിൻ്റെ, ഇങ്ങനെ കുറേ ഹിറ്റുകളാണ്. അഭിനയിച്ച പടങ്ങളൊക്കെ ഗംഭീര ഹിറ്റുകളാണ്, മെഗാ ഹിറ്റുകളാണ്. ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണും പെണ്ണൊക്കെ ഇങ്ങനെ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഒരു പ്രേമമൊക്കെ തോന്നും. ലാലേട്ടനോട് ആർക്കായാലും പ്രേമം തോന്നും. ലാലേട്ടനോട് കാർത്തികയ്ക്ക് ഒരു പ്രേമം തോന്നി. കാർത്തിക അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. പറഞ്ഞോ ഇല്ലേ എന്നൊന്നും അറിയില്ല, എന്തായാലും പ്രകടിപ്പിച്ചു. അങ്ങനെ അത് ലാലിന് മനസ്സിലാവുകയും ചെയ്തു. ലാലേട്ടൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് ഗംഭീര ഉയരങ്ങൾ കീഴടക്കണം, സിനിമ മാത്രമുള്ളൂ, വേറെ ഒന്നും മനസ്സിലില്ല, ഒരു പ്രേമം മറ്റുള്ള കാര്യങ്ങളൊന്നും മനസ്സിലില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കാർത്തികരെ ഈ പ്രേമം മനസ്സിലാവണത്. ലാലേട്ടൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ലാലേട്ടൻ എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ വഴി തനി വഴിയാണ്. ആ വഴിക്ക് അങ്ങോട്ട് തെളിച്ച് മൂപ്പര് വലിയ നടനാവാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് യാത്ര തുടങ്ങുന്നു. ആര് പ്രേമിക്കുന്നുണ്ടോ അവരെ തിരിച്ച് പ്രേമിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നിനും മൂപ്പർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതോടുകൂടിയിട്ട് കാർത്തികയ്ക്ക് ഭയങ്കര വിഷമമായി. അന്നത്തെ കാലത്ത് നാനയിൽ ഇത് തന്നെയാണെന്ന് ഒരു കോളത്തിൽ മൊത്തം എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ പ്രേമത്തിലാണ്, ഇവർ കല്യാണം കഴിക്കാൻ പോകണം. അങ്ങനെ പ്രേക്ഷകരും ഒരുപാട് ആഗ്രഹിച്ചു ഇവർ തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട്. അതോടുകൂടിയിട്ട് കാർത്തിക എന്നുണ്ടായി സിനിമാഭിനയം അവസാനിപ്പിച്ചു. നല്ലൊരു കുടുംബിനിയായി, കല്യാണം കഴിച്ചു, കുട്ടികളൊക്കെ ആയി, ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നത്. പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ കാർത്തിക മറന്നു. സിനിമാക്കാരായിട്ട് യാതൊരു ബന്ധവുമില്ല. കാർത്തിക ഇപ്പോൾ റേഷൻ മേടിക്കാനും പച്ചക്കറി മേടിക്കാനും പലചരക്ക് മേടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു നാട്ടിൽ ഒരു ജാടയും ഇല്ലാണ്ട്, ഒരു സിനിമ ജാടയും ഇല്ലാണ്ട്, ഒരു സിനിമാക്കാരിൽ ഒരു അഹങ്കാരവും ഇല്ലാണ്ട് സാധാരണ ഒരു വീട്ടമ്മയുടെ പോലെ അവിടെ ജീവിക്കുന്നു. പണ്ട് ഈ ആളാണോ സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചതെന്ന് പറയുമ്പോൾ ആർക്കും അത്ര രണ്ട് വിശ്വാസം വരില്ല. ആ കാർത്തികയാണോ ഈ കാർത്തിക നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലെയാണ് ആ കാർത്തിക ജീവിക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം സ്ത്രീകൾ. എത്ര ലളിതമാണെന്ന് അറിയാം കാർത്തികയുടെ ഇപ്പോഴത്തെ ജീവിതം. അങ്ങനെ ആയിരിക്കണം നടികൾ. ഇന്നത്തെ പോലെ ജാട കാണിച്ചിട്ടൊന്നും കാര്യമില്ല. കാർത്തികനെ കണ്ടു പഠിക്കണം നിങ്ങളൊക്കെ, അത് ജീവിതത്തിൽ പകർത്തുക. അപ്പോൾ